ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ലിറ്ററേച്ചർ അക്കാദമി. ഇന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ സെക്കൻഡ് ഹാഫ് ഓഫ് 20th സെഞ്ച്വറീനെയാണ് നമ്മൾ സാധാരണ പോസ്റ്റ് മോഡേൺ പീരീഡായിട്ട് കണക്കാക്കുക. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള 2000 വരെ പോകുന്ന, ചിലർ 2000 ശേഷം ഉള്ള ഇപ്പോഴുള്ള കാലഘട്ടത്തെ അടക്കം ചേർത്തും പറയാറുണ്ട്. അങ്ങനെയല്ലാതെ 2000 വരെ 1950 to 2000 എന്ന രീതിയിലും കണക്കാക്കാറുണ്ട്. പോസ്റ്റ് മോഡേൺ ഏജിൻ്റെ സാഹിത്യത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ചില സവിശേഷതകളാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് സെലിബ്രേഷൻ ഓഫ് കെയോസ് ആണ്. സ്ട്രക്ചർ ഇല്ലായ്മയെ അല്ലെങ്കിൽ ഓർഡർ ഇല്ലായ്മയെ അതിനെപ്പറ്റി വിലപിക്കുന്ന അവസ്ഥയ്ക്ക് പകരം നമ്മൾ മോഡേണിസത്തെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ് പറയുക. അതായത് ബിഫോർ 1950 വേൾഡ് വാറൊക്കെ ഉണ്ടാക്കിയ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അതിനെ ലാമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് സാഹിത്യത്തെ കാണാൻ വേണ്ടി പറ്റുക. എന്നാൽ അതിന് ശേഷം പോസ്റ്റ് സ്ട്രക്ചറലിസവും ഒക്കെ പ്രീതി നേടുന്ന ഈ അവസരത്തിൽ, പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ, ഈ ഒരു ഓർഡർ ഇല്ലായ്മയെ, ഈ ഒരു കെയോസിനെ അംഗീകരിച്ചുകൊണ്ടാണ് സാഹിത്യം സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയത്തെ വർക്ക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അന്നുവരെയും ഉണ്ടായിരുന്ന ചരിത്രത്തെ ഒരേ രീതിയിൽ, ഒരു രീതിയിൽ മാത്രം, യൂണിഫൈഡ് ആയിട്ടുള്ള, സിംഗുലർ ആയിട്ടുള്ള ഒരു രീതിയിൽ മാത്രം ചരിത്രത്തെ പഠിക്കുന്ന സമീപനത്തിന് പകരം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന ഗ്രാൻഡ് നറേറ്റീവ്സിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഒന്നിലധികം രീതിയിൽ, മൾട്ടിപ്പിളായ രീതിയിൽ നമുക്ക് ട്രൂത്തിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, ചരിത്രത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഒരേ കാര്യത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അത് എപ്പോഴും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സും നറേറ്റീവ്സിൻ്റെയും ഒക്കെ ഒരു സമ്മിശ്രമാണ് ഒരു ചരിത്രവും എന്ന രീതിയിലുള്ള ഒരു വാദമാണ് പോസ്റ്റ് മോഡേണിസത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ സെലിബ്രേഷൻ ഓഫ് കെയോസ് എന്ന് പറയുന്നത്. കെയോസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അംഗീകരിക്കുകയും അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന വർക്ക്സ് കാണാൻ വേണ്ടി പറ്റും. ദെൻ ഇൻ്റർടെക്ച്വാലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിലെ വർക്ക്സ് എല്ലാം പല രീതിയിലും മറ്റ് മുൻപുണ്ടായിരുന്ന ലിറ്റററി വർക്ക്സിനെയൊക്കെ കണക്ട് ചെയ്യുകയും അതിലേക്ക് റെഫർ ചെയ്യുകയും അങ്ങനെ ഒരുപാട് ഏറെ റെഫറൻസുകൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇൻ്റർടെക്ച്വാലിറ്റി എന്നുള്ള സങ്കേതം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരവസരമാണ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ. ദെൻ ദ തേർഡ് വൺ ഈസ് മെറ്റാഫിക്ഷൻ, ദാറ്റ് ഈസ് ഫിക്ഷൻ എബൌട്ട് ഫിക്ഷൻ. ഇപ്പോൾ ഒരു പുസ്തകം എഴുതുകയും ആ പുസ്തകത്തിനെ പറ്റിയിട്ട് നമ്മൾ പുസ്തകം എഴുതുകയാണ്. ഇപ്പോൾ സിനിമയെപ്പറ്റി സിനിമ എടുക്കുന്നു എന്ന് പറയുന്നത് പോലെ, ദാറ്റ് ഈസ് ഫിക്ഷൻ എബൌട്ട് ഫിക്ഷൻ. ഫിക്ഷനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഫിക്ഷൻ ഒരുപാട് സൃഷ്ടിക്കപ്പെട്ട ഒരു അവസരമാണ് പോസ്റ്റ് മോഡേൺ, ഒരു കാലഘട്ടമാണ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ. ദെൻ അനദർ തിങ് ഈസ് മാജിക്കൽ റിയലിസം, ദാറ്റ് ഈസ് യു ആർ ആഡിങ് elements of fantasy, അല്ലെങ്കിൽ fantastical elements into a realist setting. വളരെ റിയലായിട്ടുള്ള ഒരു കഥ പറയുകയും അതിൻ്റെ കൂടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. മിഡ് നൈറ്റ് ചിൽഡ്രൻ പോലെയുള്ള വർക്ക്സൊക്കെ ഉത്തമ ഉദാഹരണമാണ്. ദെൻ യു ക്യാൻ സീ അൺറിലയബിൾ നെറേറ്റീവ്സ്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സങ്കേതമാണ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൽ. നിങ്ങളോട് ഒരു നോവൽ വായിക്കുമ്പോൾ നിങ്ങളോട് കഥ പറയുന്ന നറേറ്ററിനെ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാതെയാവുന്ന അവസ്ഥ. അപ്പോൾ അത്തരത്തിൽ യു ആർ പ്ലേയിങ് വിത്ത് ദ നറേറ്റർ, അല്ലെങ്കിൽ ദ ഓത്തർ ഈസ് പ്ലേയിങ് വിത്ത് യു എന്ന് പറയുന്ന സാധനം. ദ ഓത്തർ ഈസ് പ്ലേയിങ് വിത്ത് നറേറ്റർ ആസ് എ ഡിവൈസ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന കുറേ എലമെൻറ്റ്സ് ഇട്ട് തരും, പിന്നെ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന കുറേ എലമെൻറ്റ്സ് വീണ്ടും ഇട്ട് തന്ന് നിങ്ങളുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന, നിങ്ങളുടെ അത്രയും അതായത് നേരത്തെ പറഞ്ഞ കാര്യവുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. നിങ്ങൾ വളരെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു
ഒരു വായനാനുഭവം, ഒരു സ്റ്റോറി, തുടക്കം മുതൽ ഒടുക്കം വരെ കൊഹിറൻ്റ് ആയിട്ടുള്ള, കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പ്രതീക്ഷിച്ച് നിങ്ങളൊരു പുസ്തകം വായിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിൽ കാണുകയും കഥയിലും കഥാപാത്രങ്ങളിലും വൈരുദ്ധ്യങ്ങൾ കാണുകയും നെറേറ്ററിനോട് നിങ്ങൾക്ക് വിശ്വാസ്യത ഇല്ലാതാവുകയും ഒക്കെ ചെയ്യുന്ന ആ രീതിയിൽ വളരെ വിദഗ്ധമായ രീതിയിൽ ഈ ഒരു സാഹിത്യം എന്ന സങ്കേതത്തെ പരീക്ഷണങ്ങളിലൂടെ രസിപ്പിക്കുന്ന ഒരു പ്രവണത പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൻ്റെ ഒരു സവിശേഷതയാണ്. ദെൻ അനദർ തിങ് ഇസ് ബ്ലാക്ക് ഹ്യൂമർ. ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ സങ്കടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്തോ സങ്കടങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാകുന്ന സമയത്തോ ഒക്കെ അവിടെയൊക്കെ ഒരു ഫൺ കണ്ടെത്തുക, അതിനെ സെറ്റൈറൈസ് എന്ന രീതിയിലും അവിടെ ഫൺ കണ്ടെത്തുന്ന രീതിയിലുമുള്ള ഒരു സങ്കേതമാണ് ബ്ലാക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമർ, ഡാർക്ക് കോമഡി എന്നൊക്കെ പറയും. ദെൻ പാരഡി ഈസ് ഓൾസോ ദർ ഈസ് നോ നീഡ് ടു ടോക്ക് അബൌട്ട് പാരഡി, നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയാണ്. ദെൻ സെൽഫ് റിഫ്ലെക്സിവിറ്റി, എഗെയിൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ അത് ഒരു ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് ആ ടെക്സ്റ്റ് നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ഒരു പുസ്തകം വായിക്കുന്നതാണ്, നിങ്ങൾ ആരോ എഴുതിയത് വായിക്കുകയാണ് എന്ന ഒരു ബോധ്യം നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എഴുത്താണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓതർ തന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഓതർ തന്നെ നിങ്ങളോട് ആ രീതിയിൽ പറഞ്ഞു വെക്കും, നിങ്ങളിപ്പോൾ ഇത് വായിക്കുന്നത് ഞാൻ എഴുതിയ ചില കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ വളരെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് നിങ്ങൾ വായിക്കുന്നത്, റിയലായിട്ടുള്ള ഒരു ഇവൻറ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയല്ല. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ രീതിയിൽ ഒരു ഇവൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ വായിക്കുക. പക്ഷേ അതിനെ ആ ഒരു വായനാനുഭവത്തെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു പുതിയ വായനാനുഭവം, നിങ്ങൾ വായിക്കുകയാണ്, നിങ്ങളൊരു ഓത്തർ എഴുതിയ അയാളുടെ വാക്കുകളിലൂടെ കടന്നു പോവുകയാണ് എന്ന് നിങ്ങളെ ഓതർ തന്നെ ബോധവാന്മാരാക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ആ ടെക്സ്റ്റ് സെൽഫ് റിഫ്ലെക്സീവാണ്. കാരണം ആ ടെക്സ്റ്റിൽ ആ ഓതർ തന്നെ അയാളുടെ എക്സിസ്റ്റൻസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അയാൾ എഴുത്ത് നടത്തിയിരിക്കുന്നത്. ദെൻ നോൺ ക്രൊണോളജി, വളരെ ക്രൊണോളജിക്കലായിട്ടുള്ള, വളരെ ട്രഡീഷണലായിട്ടുള്ള ആ ഒരു വേ ഓഫ് റൈറ്റിങ്ങിന് പകരം പാസ്റ്റും പ്രസൻറ്റും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് നോൺ ക്രൊണോളജിക്കലായിട്ട് കഥ പറയുന്ന രീതി, അതിനെയാണ് നോൺ ക്രൊണോളജി എന്ന് പറയുക. സോ ഇത്രയും ഫീച്ചേഴ്സാണ്. ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ്, പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൻ്റെ ചില ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ സംസാരിച്ചിട്ടുള്ളത്. ഒന്നിനെ പറ്റിയും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിട്ടില്ല, കാരണം നമുക്ക് വീഡിയോയുടെ പരിമിതി കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടിയും ഒക്കെ കൂടുതൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തുകൊണ്ട് ഈ ഓരോ സങ്കേതത്തെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. അതിനെപ്പറ്റി പഠിക്കുക, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പഠിക്കാവുന്നതാണ്. പക്ഷേ അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സിലബസ് പഠിക്കുമ്പോൾ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ എന്താണെന്നും പോസ്റ്റ് മോഡേണിസം എന്താണെന്നും പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൻ്റെ ഈ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇതൊക്കെയാണ് എന്നും ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എങ്കിലും അറിഞ്ഞിരിക്കണം. അതിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി പറയുമ്പോൾ, പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ചില എഴുത്തുകാരെ കൂടി പരിചയപ്പെടാം. ജോർജ് ലൂയിസ് ബോർജസ്, കർട്ട് വണഗട്ട്, ഡോറിസ് ലെസ്സിങ്, ഇറ്റാലോ കാൽവിനോ, തോമസ് പിൻഷൻ, ജോസഫ് ഹെല്ലർ, ജോൺ ഫൗൾസ് ആൻഡ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസ്. ലോകത്തിൻ്റെ പല മേഖലകളിൽ നിന്നുള്ള വളരെ വിശ്വപ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരെയാണ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്ന കൃതികൾ എഴുതിയിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള ഏതാനും ചില എഴുത്തുകാരുടെ പേരാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സംശയങ്ങൾ നിർദ്ദേശങ്ങളിലൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലിറ്റ്ഷ്വർ അക്കാദമിയുടെ അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ റെഗുലർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു, കുട്ടികൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലിറ്റ്ഷ്വർ അക്കാദമിയുടെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള റെഗുലർ കോഴ്സിൻ്റെ ഭാഗമായി മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന PDF മെറ്റീരിയൽ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, ഓരോ യൂണിറ്റിനും പ്രത്യേകമായി
യൂണിറ്റ് എക്സാം, മോഡൽ എക്സാം, 10 വർഷത്തിലധികം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ എന്നിങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ ഞങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സിലബസിൻ്റെയും ജനറൽ പേപ്പർ സിലബസിൻ്റെയും വളരെ വിശദമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഞങ്ങളുടെ പക്കലുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുള്ള കോൺടാക്റ്റ് നമ്പർ ഉപയോഗിച്ച് ഞങ്ങളെ ബന്ധപ്പെടുമല്ലോ.